1984 ഫാമിലി കോർട്ട് ആക്ട് നിലവിൽ വന്നത്. അന്നാണ് കുടുംബ കോടതികൾ നിലവിൽ വരുന്നത്. അതുവരെ സിവിൽ മാറ്ററായിട്ടായിരുന്നു നമ്മുടെ ഫാമിലി ഇഷ്യൂസ് അല്ലെ വൈവാഹിക തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടിരുന്നത്. ഈ ഫാമിലി കോർട്ട് ആക്ട് 1984 വന്ന് ഏകദേശം നമുക്ക് 28 കോടതികളോളം ഇപ്പോൾ ഫാമിലി കോർട്ടായിട്ട് തന്നെ ഇപ്പോൾ നമുക്കുണ്ട്. വൈവാഹിക തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്ന ഈ ഫാമിലി കോർട്ടിലാണ്. ഫാമിലി കോർട്ടിൽ നമ്മൾ എടുക്കുമ്പോൾ ഓരോ കേസുകൾ എടുക്കുമ്പോഴും അതിൻ്റെ ഒരു പല രീതികളിൽ അതിനെ തരംതിരിക്കാറുണ്ട്. ഒരു റിസർച്ചിൻ്റെ മെത്തേഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുടുംബ ബന്ധങ്ങളിലുള്ള സാമ്പത്തികമായ തർക്കങ്ങൾ മൂലം ഫാമിലി ശിഥിലമാകുന്നുണ്ട്. സ്വഭാവ വൈകൃതങ്ങൾ മൂലം ഭാര്യയുടെ ഭർത്താവിൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ മൂലം ബന്ധങ്ങൾ കുളവാകുന്നുണ്ട്. അതുകൂടാതെ കുടുംബം നോക്കാത്ത ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ അമിതമായ പീഡനം, ഭർത്താവിൻ്റെ അമിതമായ പീഡനം, അങ്ങനെയുള്ള തർക്കങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാകാത്തതുകൊണ്ടുള്ള തർക്കങ്ങളുണ്ട്. അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുണ്ട്. അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ, ഇങ്ങനെയുള്ള പല പല ആസ്പെക്റ്റുകൾ നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിലും സ്വഭാവ വൈകൃതങ്ങൾ അല്ലെങ്കിൽ അമിതമായി ഭരിക്കുന്ന സ്വഭാവം ഭാര്യയ്ക്ക് ഭർത്താവിനൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും വിവാഹമോചനത്തിലേക്ക് കലാശിക്കാറുണ്ട്. ഞാൻ കൂടുതൽ ഇങ്ങനെ സ്വഭാവ വൈകൃതങ്ങളുള്ള ഇഷ്യൂസ്, ഒരു ഭാര്യയാണെങ്കിൽ അമിതമായിട്ട് ഭർത്താവിനെ ഭരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭർത്താവിന് ഇറിറ്റേഷനായിട്ട് ആത്മഹത്യയെ പോലും ചിന്തിക്കുന്നത്. അപ്പോൾ ഓഷോ പറഞ്ഞ ഒരു കഥ, ഇന്ന് നർമ്മത്തിൽ ചാലിച്ച നർമ്മത്തിൽ ഉള്ള കാര്യങ്ങളാണല്ലോ ഞാൻ ഈ ഇതിനകത്തൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഷോ പണ്ട് നിങ്ങൾക്കറിയാം, ഓഷോ എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകനും ഈ ഇന്ത്യയിൽ പണ്ട് 80s ഉണ്ടായിരുന്ന ഒരു പ്രശസ്തനായ ഒരു സന്യാസി വര്യനായിരുന്നു. US ഗവൺമെൻറ് അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുകയൊക്കെയായിരുന്നു. അദ്ദേഹത്തിന് ചിന്തോതീതമായ ഒരു കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അർക്കൻസാസിലെ ഒരു ഒരു ജഡ്ജിയുടെ കോടതിയിൽ ജിം എന്ന് പറഞ്ഞ ഒരാളെ ഹാജരാക്കി. അയാളുടെ കുറ്റം എന്ന് പറഞ്ഞാൽ ഷോപ്പ് ലിഫ്റ്റ് ചെയ്തതും കുറേ പൈസ മോഷ്ടിച്ചതും ആൾമാറാട്ടം നടത്തിയൊക്കെയുള്ള കേസിലാണ് അയാളെ കൊണ്ടുവന്ന് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കിയത്. അപ്പോൾ ജഡ്ജി ഇയാളോട് പല കാര്യങ്ങളും ചോദിച്ചു. നിങ്ങൾ മരിക്കണമെന്ന് പോലീസ് പിടിച്ചപ്പോൾ തന്നെ വെടിയേറ്റ് അങ്ങ് മരിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. ഈ അർക്കൻസാസിൽ നിന്ന് നിങ്ങളെ ഇപ്പോൾ തന്നെ തൂക്കിക്കൊന്നാലും നിങ്ങൾക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കട്ടെ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, സന്തോഷത്തോടെ ജിം പറഞ്ഞു തൂക്കിക്കൊന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ടിട്ട് ഈ അർക്കൻസാസിലെ ജഡ്ജി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് $1000 സമ്മാനമായിട്ട്, എൻ്റെ വക $1000 സമ്മാനമായിട്ടും തന്നിരിക്കുന്നു. ഇത് കേട്ട് പോലീസുകാരും ഇയാളെ കൊണ്ടുവന്ന പോലീസുകാരും ഈ ജിം തന്നെയും ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചു? അപ്പോൾ ഇയാൾ മരിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, അല്ലെ തൂക്കി കൊല്ലുമെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇയാൾ അർക്കൻസാസിലെ ജഡ്ജി ഇയാളോട് ചോദിച്ചു, കഴിഞ്ഞ 2 വർഷം മുമ്പല്ലേ നിങ്ങളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത്? ആ വിവാഹം കഴിച്ചതിന് ശേഷമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ആത്മഹത്യാ ചിന്തകളും എങ്ങനെയും മരിച്ചാൽ മതി എന്നുള്ള ചിന്തകളും നിങ്ങളുടെ പൈസയൊക്കെ ആ സ്ത്രീ അടിച്ചു മാറ്റി അങ്ങനെയാണല്ലോ നിങ്ങൾ ഷോപ്പ് ലിഫ്റ്റിങ്ങിലേക്കും ഇങ്ങനെ നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തതിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള കാരണം? അപ്പോൾ എന്നിട്ട് ഉടനെ ജഡ്ജി പറഞ്ഞു, ഈ സ്ത്രീ 2 വർഷം മുമ്പ് എൻ്റെ ഭാര്യയാണ്, ഞാനും മരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ആൾറെഡി പണിഷ്മെൻ്റ് അതിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു പറഞ്ഞുള്ള ജഡ്ജിമെൻറ്റ് ഞാൻ പുറപ്പെടുവിക്കുന്നു പറഞ്ഞു. ഇത് ചിന്തോതീതമായ ഒരു കഥയാണ്. നമ്മുടെ ജീവിതത്തിൽ